ഉള്ള പച്ചയായ സത്യം നീ തന്നെ പറഞ്ഞു. ശരിയാണ്, മൊണ്ണയെന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ആണ് ചേരുന്നത്. കേട്ടോ മക്കളെ, അതുകൊണ്ടാണല്ലോ നിങ്ങളെ ബിഗ് ബോസിലേക്ക് ക്ഷണിച്ചത്. കാരണം നിങ്ങളുടെ പൊട്ടത്തരവും വിഡ്ഢിത്തരവും കാണാൻ വേണ്ടി കുറെ പ്രേക്ഷകർ വന്ന് വായും പൊളിച്ചിരിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടല്ലേ ക്ഷണിച്ചത്, അല്ലാതെ ബുദ്ധിയും വിവരവും ആക്കാനുള്ള കഴിവും ഉള്ളത് കൊണ്ടാണ് ക്ഷണിച്ചെന്ന് ഉള്ള ധാരണയുണ്ടെങ്കിൽ അത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഓക്കെ. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും താരസ് വേയിലേക്ക് സ്വാഗതം. വൈബർഹുഡ് ദേവുവിൻ്റെ ചാനലിലൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ രണാസുനയുടെയും പ്രതീഷിൻ്റെയും. അപ്പം അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഓക്കെ. എൻ്റെ വൈബർഹുഡ് ദേവു, ആദ്യമേ നമിക കാല് പിടിക്കാം. ഇങ്ങനെയുള്ള കമൻസ് ഒന്നും അവിടെ നിന്ന് പറയരുതേ, കേട്ടോ, പറയരുതേ പ്ലീസ്. സ്വയം തന്നെ അങ്ങ് പറയോ നാണോ മാനോ ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. മൊത്തത്തില് സൂപ്പറാ മക്കളെ, സൂപ്പറാ. മക്കളെ, നിനക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാല്, നിങ്ങളെ ഈ ആൽബം ഷൂട്ട് ചെയ്യുന്ന കുറേ പേര് നിങ്ങളെ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിനയം കണ്ടിട്ടാണ് എന്ന വിചാരമാണെങ്കിൽ അത് തെറ്റാണ് കേട്ടോ. അത്യാവശ്യം ഏറി നിൽക്കുന്നവരെയാണ് അവർക്ക് ആവശ്യം. അവരുടെ വീഡിയോ ഒന്ന് വ്യൂ ആയി കിട്ടണമെങ്കിൽ, അവർക്ക് അത്യാവശ്യം പോക്കറ്റ് മണി കിട്ടണമെങ്കിൽ നിങ്ങളെപ്പോലെ ഏറി നിൽക്കുന്നവരെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചാലേ കാര്യം നടക്കൂ. അല്ലാതെ നിങ്ങളുടെ അഭിനയം കണ്ടിട്ടാണെന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് മാറ്റി വെച്ചോ. പിന്നെ ബെസ്റ്റ് ഇൻഫ്ലുവൻസർക്കുള്ള അവാർഡൊക്കെ കിട്ടി ഇപ്പം എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ വിചാരിച്ച് രണാസുന നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു സംഭവവും അന്തവും കുന്തവും ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്ന് ജനങ്ങൾക്ക് നല്ല ബോധമുണ്ട്. അപ്പം കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. ഇപ്പോൾ ഒരു സിനിമയുടെ പൂജ കഴിഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. അപ്പം രണാസുന വന്നിരുന്ന് പറയുന്ന കണ്ട് ഇൻ്റർവ്യൂവിൽ ഡയറക്ടർ പറഞ്ഞു എന്ന്, ഒരു ഷോട്ട് അഭിനയിച്ചതിന് ശേഷം പറഞ്ഞു, ആരാണ് പറഞ്ഞത് രണാസുനയ്ക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടെന്ന്, നന്നായിട്ട് ചെയ്യുന്നു എന്ന്. മക്കളെ, ഈ നിതീഷ് കെ നായർ എന്ന് പറയുന്ന ഡയറക്ടർ, എനിക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം കുറച്ച് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്, വിരലെണ്ണാവുന്ന സിനിമ ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം ഒന്ന് ശ്രദ്ധിക്കപ്പെടുകയൊന്നും ചെയ്തില്ല, അതങ്ങനെ അങ്ങ് പോയി. ഓക്കെ. അദ്ദേഹത്തിന് കഴിവില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന് കഴിവുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ദൗർഭാഗ്യം എന്തോ സിനിമ അത്ര ശ്രദ്ധിക്കപ്പെടുകയൊന്നും ചെയ്തില്ല, അതങ്ങ് തേഞ്ഞു മാഞ്ഞു പോയി. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കുന്ന 2 വ്യക്തികളെ തൂക്കിയെടുത്ത് കൊണ്ടുവന്ന് ഇതിനകത്ത് ഇട്ടാൽ, പ്രതീക്ഷ നീ വലിയ ഗമി പറയുന്നല്ലോ, ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടാണ് ഞങ്ങളെ എടുത്തിരിക്കുന്നതെന്ന്. അതെ, അദ്ദേഹം വളരെ ബുദ്ധിപരമായിട്ടാണ് നിങ്ങളെ അതിലേക്ക് എടുത്തിരിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ അഭിനയം കണ്ടിട്ടൊന്നും അല്ല. സോഷ്യൽ മീഡിയയിൽ ഇത് 10 പേരെങ്കിലും എടുത്തു വെച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുമെന്ന് നല്ല ബോധത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം നിങ്ങളെയൊക്കെ വിളിച്ചിരിക്കുന്നത്. കേട്ടോ മോനെ പ്രതീക്ഷേ, ഇപ്പൊ മനസ്സിലായോ മക്കൾക്ക്? കാരണം പറഞ്ഞ കാര്യം, നിങ്ങൾ എന്തെങ്കിലും വാരി കൊടുക്കുന്ന സമയം ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്ത് വെക്കായിരുന്നു. കാരണം ദയാഴ്ച നിങ്ങളുടെ ബെഡ്റൂമിൽ വന്നിട്ട് ഒളിഞ്ഞു നോക്കുന്ന ഒരു പരിപാടി ഉണ്ട്. കാരണം ദയാഴ്ച കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. പുച്ഛം, പരിഹാസം. ദയ പറഞ്ഞതിൽ എന്താണ് കുഴപ്പം? നമ്മളാരും കണ്ടിട്ടില്ല. സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് അങ്ങനെ ഫുഡ് വാരി കൊടുക്കുന്ന അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും നമ്മളാരും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു കമൻസ് ദയാജു പറഞ്ഞെന്ന് വെച്ച് ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല പ്രതീക്ഷേ. നീ ഒരുപാട് കിടന്ന് മെഴുകാതെ. കോഴിക്കോട് ഭാഗത്ത് കള്ളം കയറുന്നുള്ള ഒരു പരാതിയൊക്കെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങളുടെ
സീന് വന്നിട്ട് അവരൊരു ഉപമ പറഞ്ഞു എന്ന് മാത്രം. അതിനെ നീ ഇങ്ങനെ വല്ലാണ്ടങ്ങ് വളച്ചൊടിക്കാതെ അങ്ങനെയാണെങ്കിൽ ആ ഒരു ലോജിക്കിലാണെങ്കിൽ നിന്നെക്കുറിച്ച് എന്തൊക്കെ ഞങ്ങൾക്ക് വളച്ചൊടിച്ച് പറയാം. എന്ത് സത്യമല്ലേ? പിടിക്കാമെന്നാണ്. അപ്പോൾ വാരി കൊടുക്കുന്ന കണ്ടില്ലാന്നാണ് പറയുന്നത്. ബാക്കിയാക്കാം ഗൈസ്. കാരണം അണ്ണാക്ക് തുറന്ന് നോക്കി ബിഗ് ബോസിൽ വന്നു. ബിഗ് ബോസിന്റെ അടുത്ത് നാട്ടുകാരടുത്ത് വെളിയിൽ കളഞ്ഞു. കാരണം അവർക്ക് മനസ്സിലായി ഇത് വെറും മൊണ്ണയാണെന്ന്. മോനെ നിന്റെ വായിന്ന് തന്നെ വന്നു മൊണ്ണയാണ്. ആ മൊണ്ണയായതുകൊണ്ടാണല്ലോ രേണുവിനെ ബിഗ് ബോസിലേക്ക് ക്ഷണിച്ചത്. മനസ്സിലായല്ലോ? ആ കിടപ്പ് വശമൊന്നും മനസ്സിലായല്ലോ. ഉള്ള പച്ചയായ സത്യം നീ തന്നെ പറഞ്ഞു. ശരിയാണ്, മൊണ്ണയെന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ആണ് ചേരുന്നത്. കേട്ടോ മക്കളെ? അതുകൊണ്ടാണല്ലോ നിങ്ങളെ ബിഗ് ബോസിലേക്ക് ക്ഷണിച്ചത്. കാരണം നിങ്ങളുടെ പൊട്ടത്തരവും വിഡ്ഢിത്തരവും കാണാൻ വേണ്ടി കുറെ പ്രേക്ഷകർ വന്ന് വായും പൊളിച്ചിരിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടല്ലേ ക്ഷണിച്ചത്. അല്ലാതെ ബുദ്ധിയും വിവരവും നീക്കാനുള്ള കഴിവും ഉള്ളത് കൊണ്ടാണ് ക്ഷണിച്ചതെന്ന് ഉള്ള ധാരണയുണ്ടെങ്കിൽ അത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഓക്കെ? ഓ പ്രാവാണ്. നമുക്കതൊന്നും വേണ്ട കേട്ടോ. ഇച്ചിരി വയലൻ്റായി നിൽക്കുക. അതുകൊണ്ട് പ്രാക്കൊക്കെ തുടങ്ങി. അത് നമുക്ക് അതിലേക്ക് പോകണ്ട, അടുത്ത സെക്ഷനിലേക്ക് പോവാം. മോനെ നീ എന്നും ഇങ്ങനെ കുണുവാവയായിട്ട് ഇരിക്കുവോ മോനെ? നീ ഒരിക്കലും ഏജ്ഡ് ആവത്തില്ല. എന്നും നീ ഇങ്ങനെ തന്നെ ഇരിക്കുവോ? അല്ല അറിയാമല്ലാഞ്ഞിട്ട് ചോദിക്കുക. അച്ചുവിന് മുതുക്കിളവി എന്നൊക്കെ നീ വിളിക്കുന്ന കേട്ടു. അല്ല നീ എന്നും ഇങ്ങനെ ഇരിക്കും അല്ലേ? നീ മാത്രം കുണുവാവയും അവര് മുതുക്കളവി. എന്റെ മനസ്സിരിപ്പ് കൊള്ളാം കേട്ടോ. മുതുമുത്തിയമ്മ ദയാച്ചു മുതുമുത്തിയമ്മയാണെങ്കിൽ നീ മുതുക്കിളവനല്ലേടാ. നിനക്കെന്തോ 16 വയസ്സാണോ? നിനക്കെന്താ 16 വയസ്സാണോ? ആണോ? കണ്ടാ തോന്നൂല കേട്ടോ. അല്ല പിന്നെ കഴിഞ്ഞ ദിവസം വന്നിട്ട് നമ്മുടെ റണ്ണാസുന കുറേ നാളുകൊണ്ട് പറയുന്നുണ്ട് 34 അങ്ങോട്ട് പൊങ്ങണേ ഇല്ല. ആ വയസ്സൊക്കെ ഉള്ളൂ ഈ ദയാച്ചുനും കേട്ടോ. അപ്പം നീ മുതുമുത്തിയമ്മയുടെ കൂടെ അല്ലേ അഭിനയിക്കണത്? പിന്നെന്താ നിനക്ക് ഇത്ര പുച്ഛം? ബോഡി ഷീമി തത്തമ്മ ചുണ്ട്. ഞാൻ എന്റെ ഭാര്യനെ അല്ലാണ്ട് അപ്പുറത്തെ വീട്ടിൽ മറ്റവന്റെ ഭാര്യനെ വിളിക്കാൻ പറ്റും. ചേച്ചി വിളിക്കുന്ന സ്വഭാവം ഒന്നുമല്ല. കൂടുതൽ കിടന്ന് ഡയലോഗ് അടിക്കണ്ട മോനെ. ഇത്തിക്കണ്ണി പ്രതീക്ഷേ, നിന്നെ ഇത്തിക്കണ്ണി എന്നേ വിളിക്കുന്നുള്ളൂ. കാരണം ആ ഒരു മന്ദബുദ്ധിയായിട്ടേ ഞങ്ങൾ കരുതിയിട്ടുള്ളൂ. ആ മന്ദബുദ്ധി രണ്ണാസുനയുടെ വാലും പിടിച്ച് നടക്കുന്ന ഇത്തിക്കണ്ണി. അല്ലാതെ നിന്നെ ആരും അറിഞ്ഞിട്ടില്ല. 3 മാസമായിട്ടാണ് നീ ഏറി നിൽക്കുന്നു എന്നൊക്കെ വലിയ ഗമയിൽ പറയുന്നുണ്ടല്ലോ. ഒരു 3 മാസമായിട്ട് തുടങ്ങിയ അഭ്യാസമാണ്. ജനങ്ങളങ്ങ് സഹിക്കും. നിങ്ങളുടെ വെറും കോപ്രായം കാണാൻ വേണ്ടിയിട്ടാണ് ഈ ജനം വന്ന് വാവളിച്ചിരിക്കുന്നത് കേട്ടോ. അല്ലാതെ നിങ്ങളുടെ അഭിനയം കണ്ടിട്ടൊന്നും വിചാരിക്കല്ലേ. വെറും തെറ്റിദ്ധാരണ മാത്രമാണ് കേട്ടോ. പിന്നെ ആ ചേച്ചി എന്റെ ഭാര്യ ഞാൻ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് എന്റെ ഭാര്യന്റെ പെർമിഷൻ ഭാര്യ കൊടുത്തോട്ടെ ചോദിക്കുന്നതിന് ചേച്ചിക്ക് എന്താണ് ഇത്ര കഴപ്പ്? പിന്നെ ജനങ്ങൾ പൊട്ടരൊന്നും അല്ല കേട്ടോ. ജനങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലാവും എന്തുകൊണ്ടാണ് പ്രതീഷിന്റെ ഭാര്യ ഇങ്ങനെ നൈസായിട്ട് ഇരിക്കുന്നത് എന്നൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ നമ്മുടെ രണാസുനയുടെ നിഴലും പിടിച്ച് നീ ഇത്തിക്കണ്ണിയായിട്ട് നടന്നാൽ മാത്രമേ 10 ജനം നിന്നെ അറിയത്തുള്ളൂ. അല്ലേ നിന്നെ ആരും അറിയത്തില്ല. അപ്പം ആ ഒരു ടൈമിൽ നിന്റെ ഭാര്യ നിന്നെ അങ്ങ് അഴിച്ചു വിട്ടേക്കുക. മനസ്സിലായോ?
മനസ്സിലായി. അപ്പം അത്യാവശ്യം കുറച്ച് റീച്ചൊക്കെ കിട്ടുമ്പോഴത്തേക്ക് പിന്നെ അരി വാങ്ങിച്ച് ജീവിക്കാമല്ലോ യൂട്യൂബ് എന്ന് പറഞ്ഞ്. ആ ബുദ്ധിയൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. ജനങ്ങൾ പൊട്ടരേ അല്ല. ഓക്കേ, ഇപ്പം നീ നെകളിച്ചോ, നീ കുറച്ച് നെകളിച്ചോ, നീ ഏറി തന്നെ നിന്നാൽ മതി. ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരേ വേണ്ട. താഴോട്ട് ഇറങ്ങിയോ അതോടെ നീ തീർന്നു. എന്റെ അനിയൻ പ്രതീഷ്, എന്റെ നായകൻ പ്രതീഷിനെ ഞാൻ ഫുഡ് വാരി കൊടുത്തതിന് പ്രതീഷിന്റെ വൈഫിനില്ല കുഴപ്പം. ഞാൻ റൂമിലിരുന്നോ അല്ലെങ്കിൽ വേറെ എല്ലായിടത്തും ഇരുന്ന് പാത്തും പതുങ്ങിയൊന്നും അല്ല അവന് വാരി കൊടുത്ത, അവന് എനിക്ക് ഫുഡ് വാരി തന്നു. മോളെ രണാസുന, ദയാച്ചു പറഞ്ഞാൻ കാര്യമുണ്ട്. 2 മക്കളും നിനക്കുണ്ട്. അവർക്ക് വാരി കൊടുക്കുന്ന വീഡിയോ ഒന്നും നമ്മൾ കണ്ടില്ല. എപ്പം നോക്കിയാലും ഈ ഇത്തിക്കണി പ്രതീഷിന്റെ പിറകെ നടന്ന് നീ ഇങ്ങനെ വാരി വാരി കൊടുക്കുന്ന കാണുമ്പോൾ പറയത്തില്ലേ? 10 പ്രാവശ്യം കാണിക്കുമ്പോൾ 1 വട്ടം പറയത്തില്ലേ? മക്കൾക്ക് ഫീലായോ? മക്കൾക്ക് ഫീലായി പോയോ? മനസ്സിലായോ? ഞാനത് ക്യാമറയ്ക്ക് മുന്നിലാണ് ചെയ്തത്, അല്ലാതെ നിങ്ങളാരും കാണിക്കുന്നില്ല. പാത്തൊന്നുമല്ല ഞാൻ കാണിച്ചത്. മനസ്സിലായോ? എന്നെ കുറെ നാളെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായല്ലോ. ജനങ്ങൾക്ക് എല്ലാം മനസ്സിലായി. നീ പാത്തും പതുങ്ങി അല്ല വാരിക്കൊടുത്തെന്ന് ജനങ്ങൾക്ക് എല്ലാം മനസ്സിലായി. തരുന്നില്ല, മറുപടി തരുന്നില്ലെന്ന് വെക്കുന്നതുകൊണ്ട് ഞാൻ പൊട്ടിയൊന്നുമല്ല. പിടി കിട്ടിയോ? ചേച്ചി പിടി കിട്ടിയോ ഞാൻ ആരോടാ പറയുന്നത്? ചേച്ചി കുറെ ദിവസമല്ലോ തുടങ്ങിയിട്ട് എന്റെ ഫോട്ടോ എടുത്ത് ഞാൻ വാരി കൊടുക്കുവാണോടി. അവൻ മുതല പോലെ വാ തുറക്കുന്നു. അവനെ ഒന്നും പറയണ്ട കേട്ടില്ല. എന്നെ നിങ്ങൾ പറഞ്ഞു, എന്നെ പറയുന്ന എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവനെയോ അക്കയ്ക്ക് രേണുക്കയ്ക്ക് പൊള്ളി കേട്ടോ. പ്രിയപ്പെട്ട പ്രതീഷിനെ പറഞ്ഞപ്പോൾ രേണുക്കയ്ക്ക് പൊള്ളി. അതാണ് രേണുക്ക പ്രതികരിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഭയങ്കര സപ്പോർട്ടാണ്. ഏത് ഇന്റർവ്യൂവിലും വന്ന് ഇത്തിക്കണ്ണി കൂടെ നിൽക്കുന്നതാണ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. രണാസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തിരിച്ചങ്ങോട്ട് ആ നന്ദി കാണിക്കുവോ? നന്ദി. അവന്റെ വൈഫിനെ പറയാൻ നിങ്ങൾക്ക് യാതൊരുവിധ അവകാശം. എല്ലാം നിങ്ങൾ പറഞ്ഞു, എനിക്കൊരു വിഷയമില്ല. എന്നെ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ ആസ്വദിക്കുകയല്ലേ. നിങ്ങൾ എല്ലാവരും എന്നെ പഞ്ഞി കിട്ടോളൂ, ഏറി കയറ്റിക്കോളൂ, ഞാൻ ആസ്വദിക്കുക. അതാണല്ലോ എൻ്റെ ഒരു ടാക്റ്റിക്കൽ മൂവ്മെന്റ്. ഏത്? അത് തന്നെ സംഭവം. എന്നെ എത്ര വേണേലും പറഞ്ഞു. എനിക്ക് ഭയങ്കര തൊല്ലിക്കടിയ. കഴിഞ്ഞൊരു വീഡിയോയിൽ വന്നിട്ട് പറയാം, എനിക്ക് നാണവും മാനവും ഇല്ല കേട്ടോ. നമ്മളായിട്ട് പറയണ്ട, സ്വയം തന്നെ അങ്ങ് പറയാം, എനിക്ക് നാണവും മാനവും ഇല്ല കേട്ടോ. എനിക്കിതൊക്കെ ഒരു സ്പിരിറ്റാണ്, എനർജിയാണ്. സ്വന്തം അനിയനാണ് അവൻ, അവന്റെ സ്വന്തം ചേച്ചിയാണ് ഞാൻ. അതുപോലെ തന്നെ അമ്മൂസ് അവന്റെ വൈഫ് എന്റെ സ്വന്തം അനിയത്തിയാണ്, അവരുടെ സ്വന്തം ചേച്ചിയാണ് ഞാൻ. കേട്ടല്ലോ? പിന്നെ കേട്ടല്ലോ, സ്വന്തം അനുജൻ. നമ്മളൊക്കെ അനുജന്മാരടുത്ത് ഇങ്ങനെയൊക്കെയാണോ കാണിക്കാറ്? അനുജന്മാരോട് ഈ റിയാക്ഷൻ ആണോ കാണിക്കാറ്? അനിയന്മാരോട് ഇങ്ങനത്തെ റീൽസ് ആണോ ചെയ്യാറുള്ളത്? ഒരു വകതിരിവൊക്കെ വേണ്ടേ രണാസുന? സുധിച്ചേട്ടന് വാരി കൊടുത്തില്ല, നിങ്ങളോടാണ് എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? സൂചിച്ചേട്ടന് ചിലപ്പോൾ വാരി കൊടുത്തിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ഞാൻ സൂചിച്ചേട്ടന് കെട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇതെല്ലാം നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? കുറെ നാളായി നിങ്ങൾക്ക് തുടങ്ങിയിട്ട്. നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ടോന്നോ? നാഴിക്ക് 40 വട്ടം സുധിച്ചേട്ടൻ അങ്ങനെയാണ് എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം ഒന്ന് വിടുവായിത്തരം പറയുന്ന നിങ്ങളല്ലേ? എൻ്റെ ദൈവം, ഇത്തിരി പോലെയുള്ള കാര്യങ്ങൾ വരാൻ നിങ്ങൾ അല്ലേ വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ വിളമ്പുന്നത്. ഇപ്പൊ ചോദിക്കുന്നത് നിങ്ങൾ അറിയേണ്ട കാര്യം എന്തോന്ന്? കൊള്ളാമല്ലോ, ഈ ന്യായം കൊള്ളാമല്ലോ. അപ്പം ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ വെറും ഇതാകത്തില്ല, ആയെന്നോർക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മറുപടി ആയിട്ട് വന്നത്. കേട്ടോ? ശരി, ബൈ. അല്ല, ഇതൊക്കെ കാണുമ്പോ എങ്ങനെ പറയാതിരിക്കല്ലേ? പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഇവന്റെ പാവാട വള്ളികൾ വന്നിട്ട് എനിക്കിവിടെ നല്ല എന്നാലും ഞാൻ പറയും, എന്നാലും പറയും. ചേട്ടൻ ജീവനോട് കൂടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ആ ചേട്ടന് ഒരു പിടി വാരി കൊടുക്കണത് ഞാൻ ഇന്ന് വരെ സോഷ്യൽ സത്യം പരമാർത്ഥം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പോട്ടെ, ഈ വാരി കൊടുത്തിട്ട് അണ്ണാക്കും വാ പൊളിച്ചിട്ട് മുതല വാ പൊളിക്കണ പോലെ നിൽക്കുന്ന ഇവന്റെ ഭാര്യക്ക് വാരി കൊടുക്കുന്നത് ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടോ? ഇല്ല, ചെയ്യത്തില്ല. ഇതിപ്പോ ഞാൻ പാട്ടുകാരൻ ഗോപിയണ്ണന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഞാൻ ആദ്യമേ പറഞ്ഞു. ഇത് തോടെ കോഞ്ഞാട്ടേക്ക് പോവും, അങ്ങേര് വേറെയും തേടി പോകുന്നു. അതേപോലെ അയ്യോ, അങ്ങോട്ടൊന്നും പറയില്ല. അവര് കുഞ്ചാക്കോ ബോബൻ ശാലിനി വൈബ് കളിക്കുക. മനസ്സിലായില്ലേ? ദൈവമേ, ശാലിനിയുടെ കാര്യം പോട്ടെ, കുഞ്ചാക്കോ ബോബനെങ്ങാണ് ഇത് കേട്ട തല തല്ലിച്ചാവും കുഞ്ചാക്കോ ബോബൻ. ഇപ്പൊ ഞാൻ പറയണ്, ഇവന്റെ കുടുംബ
കുടുംബം കലങ്ങി കുത്തുവാള എടുത്ത് ആ സുഷ്കാന്തി കാണിക്കടാ, താലി കെട്ടി പെണ്ണ് വാരി കൊടുക്കടാ. ഇത് ഏത് സിനിമയുടെ ലൊക്കേഷനാ? ചായക്കടയിൽ നിന്നിട്ട് രണ്ടുപേരും അങ്ങോട്ട് പോകും. അയ്യോ, നമ്മളൊന്നും പറയാൻ പാടില്ല, കാരണം എന്താ വെച്ചാല് ജീവിക്കാൻ വേണ്ടി പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു സ്ത്രീയുടെ രോദനമാണ്. ആരും ഒന്നും പറഞ്ഞേക്കരുത്. പറഞ്ഞ ഇപ്പൊ തന്നെ എല്ലാം കൂടി വന്നിട്ട് നമ്മളെ ഇങ്ങോട്ട് എടുത്തു വിഴുങ്ങും. ഞാൻ പറയും, ഇനിയും പറയും. നാണം മാനം ഉളുപ്പില്ലേ? ജീവനോട് കൂടിയിട്ട് ഇരിക്കുന്ന സുധിച്ചേട്ടന് ഒരു പിടി വാരി കൊടുത്തിട്ട് ഇപ്പൊ ഏകദേശം ആളുകൾക്കെല്ലാം മനസ്സിലായി, ജീവിക്കാൻ വേണ്ടിയുള്ള പെടാപ്പാട് പെടുകയെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതെന്താന്ന് വെച്ചാല് നമ്മുടെ താജ് പത്തനംതിട്ട പുള്ളിക്കാരൻ സുധിച്ചേട്ടൻ്റെ ഫ്രണ്ടാണ്. പുള്ളിക്കാരൻ വന്നിട്ട് കുറേ തെളിവുകൾ എടുത്ത് പുറത്തേക്കിട്ടായിരുന്നു. സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടും അതിലേക്ക് വന്നിരിക്കുന്ന ക്യാഷും എല്ലാം എടുത്ത് വെളിയിലേക്ക് ഇട്ടാണ്. അതുകൊണ്ട് ഇവർക്ക് പൈസയുടെ ബുദ്ധിമുട്ട് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ജനങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. പിന്നെ അവർ ഈ കാണിക്കുന്ന കോപ്രായം ജീവിക്കാൻ വേണ്ടി, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി, കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് ആണ് ചെയ്യുന്നതെന്നൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി കേട്ടോ. ജനങ്ങളൊന്നും പൊട്ടരല്ല, ഈ കാണുന്ന മനുഷ്യരൊന്നും പൊട്ടരല്ല. ഞാൻ എവിടെയും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല. സോഷ്യൽ മീഡിയ എന്നല്ല, ടിക്ടോക്കിലാണെങ്കിലും ശരി, റീൽസ് ആണെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. ഏതോ ഭർത്താവിന്റെ വായിൽ ചായക്കടയിൽ നിന്നിട്ട് ഊട്ടിക്കൊടുക്കാൻ നമുക്ക് നാണാവില്ലേ? എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, അയ്യോ എന്റെ പിള്ളേരെ വളർത്താൻ എന്റെ സുധിച്ചേട്ടന്റെ ആത്മാവിന് വേണ്ടിയിട്ട് ദയാചുൻ അത് മനസ്സിലായില്ല. ഇങ്ങനെ വാരിക്കൊടുക്കുമ്പോഴല്ലേ ആളുകൾ പ്രതികരിക്കത്തോളൂ, പ്രതികരിച്ചാലല്ലേ എയറിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. പുള്ളിക്കാരി ഓരോ ദിവസവും വന്ന് പൊടിക്ക് നിങ്ങൾക്ക് ഇട്ട് തരും. നിങ്ങൾ അങ്ങോട്ട് വീഡിയോസ് ചെയ്യുന്നവർ അതിനെ എടുത്തിട്ട് അങ്ങോട്ട് അലക്കും. അപ്പൊ പുള്ളിക്കാരി അങ്ങ് ഏറിപ്പോയല്ലോ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും കത്തി നിൽക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പല കൊപ്രായങ്ങളും കാണിക്കും. മനസ്സിലായോ?